ഹലോ, ഇന്ന് നമ്മളുള്ളത് മൗണ്ട് വിക്ടോറിയ ലുക്കൗട്ട് പോയിന്റിലാണ്. ന്യൂസിലാൻഡിലെ വില്ലിംഗ്ടണിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് മൗണ്ട് വിക്ടോറിയ ലുക്കൗട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻറ്റയർ വില്ലിംഗ്ടൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടേക്കുള്ള സ്റ്റെപ്പ് കയറ്റത്തിലാണ്, ഒരു 10-70 സ്റ്റെപ്പെങ്കിലും ഉണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു റൗണ്ട് സ്പേസ് ആണ്. ആ റൗണ്ട് സ്പേസ് അതിന് ചുറ്റുമാണ് വില്ലിംഗ്ടൺ ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഞാൻ വില്ലിംഗ്ടൺ സിറ്റി, വില്ലിംഗ്ടൺ ഹാർബർ, വില്ലിംഗ്ടൺ എയർപോർട്ട്, പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണത് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു എൻറ്റയർ വില്ലിംഗ്ടണിൻ്റെ ഒരു എന്താ പറയുക, അതെങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലുക്ക് നമുക്ക് തരുന്ന ഒരു ലുക്കൗട്ട് പോയിൻ്റാണ് മൗണ്ട് വിക്ടോറിയ വില്ലിംഗ്ടൺ. വില്ലിംഗ്ടണിൽ താമസിക്കുന്നവർ ഒട്ടും മിസ്സാക്കാനേ പാടില്ലാത്ത ഒരു സ്ഥലമാണ് മൗണ്ട് വിക്ടോറിയ ലുക്കൗട്ട് പോയിൻ്റ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് കാറിൽ ഡ്രൈവ് ചെയ്ത് വരാം. കാർ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ ബസ് ഉണ്ട്. വില്ലിംഗ്ടൺ സിറ്റിയിൽ നിന്ന് 20-ാം നമ്പർ ബസ്സിൽ വരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം. അവിടെ നിന്ന് തന്നെ തിരിച്ചും ബസ്സുണ്ട്. ഇവിടെ നിൽക്കുമ്പോഴുള്ള കാറ്റ് ഒരു രക്ഷയില്ല. വിൻഡി വില്ലിംഗ്ടൺ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് മാത്രമല്ല, ഏറ്റവും ഹയസ്റ്റ് സ്പീഡിൽ കാറ്റ് വീശുന്നതും ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മളെന്താ പറയുക, പറന്ന് പോവും. ശരിക്കും കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളെ നമ്മൾ പിടിച്ചു നിൽക്കണം. കാരണം ആ കാറ്റിൻ്റെ ശക്തിയോടെ അവർ മറഞ്ഞു വീഴാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെയൊക്കെ ബായ്.